ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ ഇന്ത്യയുടെ ഭരണഘടനയോട് ചില സമയം നമുക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥതയും, എന്നാൽ ചില സമയം ചില നിയമങ്ങൾ കാണുമ്പോൾ അത് നല്ലതാണ്, അത് അനിവാര്യമായിരുന്നു എന്ന് തോന്നുകയും ചെയ്യും. കാരണം എന്തെന്നറിയാമോ? അതായത് ഒരു സംസ്ഥാന സർക്കാർ പ്രധാനമായിട്ടും ഒരു നിയമം പാസ്സാക്കുന്നു. കാക്കമാർ എത്ര വേണമെങ്കിലും കെട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കെട്ടിയാൽ സർക്കാർ ഒന്ന് അറിയണം. എൻ്റെ ഭാര്യ ആയിഷയാണ്, മറ്റവനെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതല്ലെങ്കിൽ നബീസും ആയിഷും ഖദീജും എൻ്റെ ഭാര്യമാരാണ്, റുക്കിയായെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഞാൻ വേറെ കുഞ്ഞൈഷായും കൂടി കുഞ്ഞാമിനായും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. കാരണം എന്താ? ഇയാള് ഗവൺമെന്റ് സർവീസിലുള്ള വ്യക്തിയാണ്. ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ വിധവാ പെൻഷന് വേണ്ടിയിട്ട് 5 അപേക്ഷകൾ വരുന്ന ഒരു സാഹചര്യം കോടതികളിൽ ഉണ്ടാകുന്നു. അങ്ങനെ കോടതി ജഡ്ജും വക്കീലന്മാരും അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്കും മുഴുവനും ഒരു കോമഡി ഷോ കണ്ട പ്രതീതിയായി കോടതിയിൽ. നോക്കിക്കോ, TG പറയട്ടെ. നിങ്ങൾ ആറുപോലെയാണ് പൂജിക്കുന്നത്, പൂജിച്ചോ ഒരു കുഴപ്പമില്ല. ആറുപോലെയാണെന്ന് പറഞ്ഞു വഴിയെ പോയതിന്റെ തലയിൽ കേട്ടായിരുന്നു, വേറൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ലോകത്ത് നിങ്ങളുടെ മതം സ്ഥാപിക്കണം, ശരി, ആയിക്കോ, കുഴപ്പമൊന്നുമില്ല. ഒറ്റ മുസ്ലിമിനെയും ഞാൻ ഇവിടെ വച്ചുകൊണ്ടിരിക്കത്തില്ല. എന്റെ ഇസ്ലാമിക വിശ്വാസ പ്രകാരം കാഫിറുകളെ ഞാൻ ഉന്മൂലനം ചെയ്യേണ്ടതാണ് എന്ന് വിശ്വസിച്ചോ, പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഇതേ TG പറഞ്ഞിട്ടുള്ളൂ. ഭരണഘടനയും ഇത് തന്നെയാണ് പറയുന്നത്. ഓരോ വ്യക്തികൾക്കും അവരുടെ വിശ്വാസം ഒക്കെയാണ്, പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യാൻ മറ്റുള്ളവരുടെ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം അത് ലംഘനമാണോ എന്ന് നോക്കണം. കാരണം ഭരണഘടന എല്ലാ വ്യക്തികൾക്കും ഒരേ സ്വാതന്ത്ര്യമാണല്ലോ നൽകിയിരിക്കുന്നത്. ആ ഭരണഘടന പ്രകാരം നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മറ്റൊരാളുടെ മനുഷ്യാവകാശം ലംഘിക്കുന്നുണ്ടോ എന്ന് നോക്കണം. നിങ്ങൾ വിശ്വസിച്ചോ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കണം. നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നിങ്ങൾ ജീവിച്ചു. അത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ വന്നത് ഡോക്ടർ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് തോന്നുന്നു. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഹസീന 38 വയസ്സ്, മുഹമ്മദ് സഫൽ 19 15 വയസ്സുള്ള അവരുടെ 2 ആൺകുട്ടികളാണ്. സഫലിന്റെയും അമ്മയാണ് ഹസീന, 38 വയസ്സ്. ഇവരുടെ ഭർത്താവ് സുഹൈൽ 40 വയസ്സ്, അയാൾക്കെതിരെയാണ് കേസ് എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഭർത്താവ് ഇവര് ജീവനോടെ ഇരിക്കെ വേറൊരു കല്യാണം കഴിച്ചു. ഈ സ്ത്രീ ഇറങ്ങി ഒറ്റപ്പോക്ക് പോയി. ഹസീന, ഞാൻ വരെ പോകണം, അവരിറങ്ങിപ്പോയി. അല്ല, എനിക്ക് 2 കല്യാണം കഴിക്കാം, കഴിച്ചുകൂടോ താൻ? അതിന് ഞാൻ താൻ എനിക്കിവിടെ കാവലെടുക്കണമെന്നില്ലല്ലോ, എനിക്ക് സൗദിയില്ല തന്നെ ഇവിടെ താമസിക്കാൻ. അവർ ഇറങ്ങിപ്പോയി മക്കളെയും കൊണ്ടിട്ട്. അന്തസ്സുള്ള ഒരു സ്ത്രീ. മാത്രമല്ല, കുടുംബ കോടതിയിൽ ഒരു കേസ് കൊടുത്തു, എനിക്ക് ഈ മനുഷ്യൻ ചെലവിന് തരണം, മെയിൻ്റനൻസ് തരണം എനിക്ക്. ഇയാൾ വാദിച്ചു, ഇവൾ എൻ്റെ കൂടെ താമസിക്കുന്നില്ല, പിന്നെ എങ്ങനെ ചെലവിന് തരാൻ പറ്റും? അവർ പറഞ്ഞു, ഞാൻ താമസിക്കണമെന്നില്ല, എനിക്ക് താമസിക്കാൻ സൗകര്യമില്ല. താൻ വേറെ വൃത്തിയെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചിട്ടുണ്ടല്ലോ, അവളുടെ കൂടെ താനിങ്ങ് താമസിച്ചാണ്, ഞാൻ വേറെ താമസിക്കാം അന്തസ്സായിട്ട്, എനിക്ക് തന്നെ വേണ്ട, ഞാൻ എൻ്റെ മക്കൾ വേണ്ടിയിട്ട് കഴിച്ചു, പക്ഷെ ഞങ്ങളുടെ ചെലവിന് കാശ് തരണം. എത്ര? 10,000 രൂപ ഒരു മാസം അമ്മയ്ക്ക്, 8,000 രൂപ മൂത്തമതിന്, 6,000 രൂപ ഇളയമതിന്, 10 8 18 6 24,000 രൂപ എണ്ണി വയ്ക്കുക. വീരസേന്റെ അടുത്തെടുക്കുണ്ടാകും. വിവാഹമോചനം നടന്നിട്ടുമില്ല, മൊഴി ചൊല്ലിയിട്ടുമില്ല. ഡിസ്പ്യൂട്ട് ഇവര് കുടുംബ കോടതിയിൽ റേസ് ചെയ്ത സ്ഥിതിക്ക് പിന്നെ കയറി മൊഴി ചൊല്ലാനും പറ്റില്ല. ഇത് ഇങ്ങനെ മാറി താമസിക്കാം. വിവാഹമോചിതയായ സ്ത്രീക്ക് ജീവനാംശം കൊടുത്താൽ മതി. എന്തെങ്കിലും പ്രവാചകന്റെ നിയമപ്രകാരം ഒരു കഷ്ണം കർച്ചീഫോ റുമാൽ, പ്രവാചകൻ അതാണ് കൊടുത്തത്, കണ്ണീര് തുടയ്ക്കാൻ ഒരു കഷ്ണം കർച്ചീഫോ. ഇത് വിവാഹമോചനം ചെയ്തിട്ടില്ല. ഇയാള് 2ാമതൊരു വിവാഹം കഴിച്ചു, പക്ഷേ അതുമായിട്ട് ഒത്തുപോകാൻ, തന്റെ കിടപ്പറ പങ്കുവയ്ക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ആത്മാഭിമാനമുള്ള ആ സ്ത്രീ മക്കളുമായിട്ട് മാറി താമസിക്കാൻ തീരുമാനിച്ചു. അയാളുടെ മക്കൾ കൂടെയുണ്ട്. നിലവിൽ രേഖാമൂലം അയാളുടെ ഭാര്യയുമാണ്. ചെലവിന് കൊടുത്തേ പറ്റൂ. പ്രവാചകന്റെ ഭാര്യമാർ 6-ാം നൂറ്റാണ്ടില് ടോസ് ഇട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ദിവസം, അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ 9 ഭാര്യമാരുമായും ഒരുമിച്ച് സെക്സ് ചെയ്യുന്ന പ്രവാചകന്റെ അത്തരം കാമകേളികളൊന്നും ഈ കാലഘട്ടത്തിൽ നടപ്പില്ലെന്നേ. ഒരുപക്ഷെ അന്ന് 6-ാം നൂറ്റാണ്ടില് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വിമുക്ത ഭടന്മാരുടെ ഭാര്യമാരെ, അതല്ലെങ്കിൽ രക്തസാക്ഷികളായ
യുദ്ധത്തിൽ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തവന്മാരുടെ ഭാര്യമാരെ ഒക്കെ പ്രവാചകൻ സ്വന്തമാക്കി അവർക്ക് ചെലവിന് കൊടുത്ത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കെട്ടി സംരക്ഷിക്കാൻ തീരുമാനിച്ച ലോക ചരിത്രത്തിലെ ഉന്നതനായ നേതാവ്. വേറെ ആരെയും കെട്ടാൻ വിട്ടില്ല. നിങ്ങൾ ആരും സംരക്ഷിക്കേണ്ട വിധവകളെ എല്ലാവരെയും ഒരുമിച്ച് കെട്ടി ഞാനങ്ങ് സംരക്ഷിച്ചോളാം, കാരണം എനിക്കാണ് ലിംഗബലം കൂടുതൽ എന്ന് നബി അങ്ങ് തെളിയിച്ചു. 40 പുരുഷന്മാരുടെ പവറിൽ പ്രവാചകൻ അവരെ ഒക്കെ കെട്ടി സംരക്ഷിച്ചു. അതുപോലെ ആഴ്ചയിലല്ല കേട്ടോ, എപ്പോഴും ആഴ്ചയിൽ നിന്നാണ് വരുന്നത്. ഒരു ദിവസത്തിൽ 1 മണിക്കൂർ രാത്രിയും പകലും 1 മണിക്കൂറില് പ്രവാചകൻ എല്ലാ ഭാര്യമാരുമായും സെക്സ് ചെയ്തു, എന്നിട്ട് 1 കുളി കുളിച്ചു എന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. അതുപോലെ മത്തിയടുക്കിയതുപോലെ 9 ഭാര്യമാരെ ഹദീസിൽ അനസ് പറയുന്നുണ്ട്. അവര് 11 പേരായിരുന്നെന്ന്. ശരി, 11 9 ഭാര്യമാരെ അടുക്കി കിടത്തിയിട്ട് ഇവരുമൊക്കെയായി റിലേഷനിൽ ഏർപ്പെട്ടിട്ട് 1 കുളി കുളിച്ച പ്രവാചകന്റെ ചര്യയുമായിട്ട് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കേസാണോ? അദ്ദേഹം വേറെ ഒന്ന് കിട്ടി. ശരി, നിങ്ങൾ ആ ഭാര്യയുമായിട്ട് സുഖമായിട്ട് ജീവിച്ചു, എനിക്കെന്തോ കുറവുകൾ ഉള്ളത് കൊണ്ടും ഞാനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ടുമാണല്ലോ വേറെ കെട്ടിയത്. ശരി, നിങ്ങൾ അങ്ങനെ ആയിക്കോ, 2ാം തള്ള നോക്കേണ്ടുന്ന കാര്യമില്ല, എന്റെ മക്കളെ ഞാൻ നോക്കിക്കോളാം. ആത്മാഭിമാനം കാത്തു സൂക്ഷിച്ച ചരിത്രത്തിൽ എഴുതപ്പെടേണ്ടുന്ന ഒരു സ്ത്രീ. ചോദിച്ചാൽ സുപ്രീം കോടതി 10,000 തവണ പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾ 4 കെട്ടിക്കോ, പക്ഷെ മറ്റേ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അവര് മാറി താമസിക്കും. അവരുടെ കാര്യം ഭർത്താവ് നോക്കണം, നിർബന്ധിക്കരുത്. ഇപ്പൊ ഒരു മുസ്ലിം പുരുഷൻ 2 വിവാഹം കഴിച്ചു. ഇപ്പൊ 2 സ്ത്രീകൾക്കും ഒരുമിച്ച് യോജിച്ചു പോകാൻ താല്പര്യമില്ല. ഒരു സ്ത്രീ വിചാരിക്കുവാണ് അവർക്ക് ഈ ഭർത്താവിനോടൊപ്പം യോജിച്ചു പോകാൻ പറ്റാത്തത് കൊണ്ട് അവർ സെപ്പറേറ്റഡ് ആയി താമസിക്കാം, അവർക്ക് ചെലവിന് കൊടുക്കണം. വിവാഹബന്ധം ഏർപ്പെടുത്തിയിട്ടില്ലല്ലോ. ഇനിയിപ്പോ കേസ് കൊടുത്ത സ്ഥിതിക്ക് അതിനുശേഷം മൊഴി ചൊല്ലാനും പറ്റില്ല. അപ്പോൾ തന്നെ ഇത് തന്ത്രപൂർവമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, അവരെ വിവാഹമോചനം ചെയ്യാത്ത സ്ഥിതിക്ക് അവരോടൊപ്പമുള്ള മക്കൾക്കും അവർക്കും ചെലവിന് കൊടുക്കാൻ ഈ ഭർത്താവ് ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ്. അവര് മാറി താമസിക്കും, അവരുടെ കാര്യം ഈ ഭർത്താവ് നോക്കണം. കാരണം അതൊരു ക്രൂവൽറ്റിയാണ് നിങ്ങൾ ചെയ്യുന്നത്. 4 marriages are permitted, but it is a cruelty. ഈ ക്രൂവൽറ്റി ചൂണ്ടിക്കാണിച്ചിട്ട് ആ സ്ത്രീക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള അവകാശമുണ്ട്. ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്ക് വേറെ 2-3 പേരെ കൂടെ ഇയാളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിക്കുന്നത് ശരിയാവുക, ഇഷ്ടപ്പെടുക. അപ്പൊ അതങ്ങനെയല്ല, സ്ത്രീകൾ അത് സഹിച്ചോണം. ഉണ്ടായിരുന്നു ഈ സിസ്റ്റം ഹിന്ദുക്കളുടെ ഇടയിലില്ലായിരുന്നു. 2-3 കല്യാണം കഴിഞ്ഞു, 2 തലമുറ മുമ്പ് വരെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എന്റെ കുടുംബത്തിലുണ്ടായിരുന്നു. 3 കല്യാണം കഴിഞ്ഞ അപ്പൂപ്പൻ, 2 കല്യാണം കഴിഞ്ഞ അപ്പൂപ്പൻ, കല്യാണമേ കഴിക്കാത്ത അപ്പൂപ്പൻ, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ യൂണിഫോം ആക്കി. ക്രിസ്ത്യാനികൾക്ക് പണ്ടേ പിന്നെ അവരുടെ ബൈബിൾ സിസ്റ്റം അനുസരിച്ച് തന്നെ ഒരു ഭർത്താവിന് ഒരു ഭാര്യ എന്ന് പറയുന്നത്. വേറെ ഭാര്യ ഉണ്ടെങ്കിൽ പുറത്തു വേണ്ടത് സൂത്രത്തിൽ എന്തെങ്കിലും സാധിച്ചോളണം, ആരും അറിയാതെ. പിന്നെ പോയി കുമ്പസാരിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാം. ഇങ്ങനെയായിരുന്നു സിസ്റ്റം. ഈ നമുക്ക് ഒരു ട്രബിൾഡ് പാസ്റ്റ് ഉണ്ടെങ്കിൽ അത് സമ്മതിക്കുക, അക്സെപ്റ്റ്. There was a trouble in our past. We rectified that. ഇത് ഹിന്ദുസും ക്രിസ്ത്യാനിയും റെക്ടിഫൈ ചെയ്യാൻ. നമ്മൾ മാത്രം എന്തോ വലിയ സംഭവമാണ്, ഇസ്ലാം മതത്തിൽ മാത്രമേ ഈ വിഷയങ്ങളുള്ളൂ എന്ന് പറയുന്നതിനോട് നമുക്കും യോജിപ്പില്ല. മുമ്പുണ്ടായിരുന്നു, അതിപ്പോൾ പരിഷ്കരിക്കപ്പെട്ടു, നമ്മൾ നവീകരിക്കപ്പെട്ടു, മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി കാലാനുചിതമായിട്ട്. ശരി, ഇത് മാറ്റേണ്ടതാണ്, കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു, അതങ്ങ് അംഗീകരിച്ചാൽ മതി. ഇസ്ലാം റെക്ടിഫൈ ചെയ്യാൻ തയ്യാറല്ല. ഇല്ല, അപ്പോഴാണ് കോടതികൾ ഇതുപോലെ മുസ്ലിങ്ങൾ അംഗീകരിക്കില്ല. നിങ്ങൾ തിരുത്താൻ തയ്യാറല്ലോ, അല്ല. എന്നാൽ ആ സ്ത്രീക്ക് ഇറങ്ങിപ്പോകാൻ അവകാശമുണ്ട്. ഇറങ്ങിപ്പോയി അവർ വേറെ താമസം, ചെലവിന് കൊടുക്കും. അവർക്ക് 24,000 രൂപ മാസം ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ കേസ് കൊടുത്തു. സ്വാഭാവികമാണ്, ഈ സ്ത്രീക്ക് ജീവിച്ചു പോണ്ടേ. ഈ വീട്ടിൽ നിന്ന് അവര് പുറത്തായി, അവർക്ക് വാടക വീട്, മക്കളെ പഠിപ്പിക്കണം, ചെലവുകള്, ആശുപത്രി കേസുകള്. ഇയാൾക്ക് അതിൻ്റെതായിട്ടുള്ള വരുമാന മാർഗവും ഉണ്ടാകും. അതുകൊണ്ട് അവർക്ക് 10,000-ഉം, മൂത്ത മകൻ 8,000-ഉം, 2ാമത്തെ മകൻ 6,000-ഉം കൊടുത്തേ പറ്റുള്ളൂ, വേറെ ഒരു വഴിയുമില്ല. അപ്പൊ ഇങ്ങനെ മര്യാദ പഠിപ്പിക്കാനുള്ള വകുപ്പുകളും നമ്മുടെ കോടതി നിയമങ്ങളിലുണ്ട്. സ്ത്രീകൾ ഈ നിയമങ്ങളെ കുറിച്ചൊന്ന് ബോധവതികളായാൽ മാത്രം മതി. അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പിന്നെ എന്ത് ചെയ്യും, എനിക്ക് ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല, ഭർത്താവ് വേറെ കല്യാണം കഴിച്ചെന്നും പറഞ്ഞ് എനിക്ക് വീട്ടിൽ പോയി നിൽക്കാൻ പറ്റൂ, എനിക്ക് പോകാൻ ഒരിടമില്ല, എൻ്റെ മക്കളെ എനിക്ക് വളർത്തണ്ടേ, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ചടഞ്ഞ് പിടിച്ച് അടിഞ്ഞുകൂടി അടിമ ജീവിതം നയിച്ച് ഇയാൾ കാണിക്കുന്ന എല്ലാ കസർത്തുകളും അനുഭവിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടു പോയല്ലോ എന്ന് വിചാരിച്ച് പരിതപിച്ച് ജീവിക്കുന്ന ആളുകൾ ഈ നിയമങ്ങളെ കുറിച്ചിട്ട് അവർക്കൊരു ബോധോദയമുണ്ടായാൽ അവരും തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ടത്.
അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടത്. കാരണം അവർ അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ വന്നാൽ മുസ്ലിം പുരുഷന്മാർക്ക് ഇങ്ങനെ തോന്നിയതുപോലെ കെട്ടാനും വാഴാനും വാഴിക്കാനും പറ്റില്ല. നന്ദി.